അന്ന് എന്റെ ജീവൻ നഷ്ടപ്പെടും എന്നായപ്പോഴത്തേക്ക് ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസ് ഫോൺ എടുത്തില്ല. ഹി വാസ് ആൻ ആൽക്കഹോളിക് അബ്യൂസീവ് പേഴ്സൺ. സോ ആ സമയത്ത് ആണ് വരുന്നത്. അപ്പം അന്ന് ഇതുപോലെ ഭയങ്കര ഉപദ്രവം ആയി. അഡ്ജസ്റ്റ്മെന്റ് എത്ര നാൾ അഡ്ജസ്റ്റ് ചെയ്യും? വെൻ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് ടോക്സിക്, ദിസ് യു കൻ നോട്ട് ഗോ ത്രൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതെപ്പോഴും പറയുന്ന കാര്യമാണ്. ഒരു പ്രാവശ്യം അടി കൊണ്ടാ നമ്മൾ എന്നും അടി കൊണ്ടോണ്ടിരിക്കും. ദാറ്റ് ബിക്കംസ് എ ഹാബിറ്റ്. പലരും പറഞ്ഞോട്ടെ സൈബർ അറ്റാക്ക്. അതെ, ഓ മൈ ഗോഡ്, സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ എന്താ പറയണ, ഈ പറയുന്നവർക്കുണ്ടല്ലോ, ഞാൻ കേസും കൊടുത്തിട്ടിരിക്കുകയാണ്. സൈബർ ബുള്ളിങ്ങിനും അതുപോലെ ഡിഫമേഷനും ഫയൽ ചെയ്തിട്ടിരിക്കുകയാണ്. മാരേജിലാണെങ്കിലും അവിടെയും അതെ, സെലക്ഷനിൽ ഒരു മിസ്റ്റേക്ക് പറ്റി. അത് എന്റെ ഫാമിലി, ഞാൻ പറയാം, ഒരേ ഒരു ഡിസിഷൻ മാത്രമേ എന്റെ ഫാമിലിക്ക് ഞാൻ വിട്ടുകൊടുത്തുള്ളൂ, എന്റെ പേരൻസിന്. പക്ഷെ അത് ഇങ്ങനെയായി. ബട്ട് ഇറ്റ്സ് ഓക്കെ. അതാ ഞാൻ പറഞ്ഞത്, അത് സംഭവിച്ചു. നമുക്ക് എന്ത്, വാട്ട് ക്യാൻ വി ഡു? കയറുന്നതിന് തൊട്ട് മുമ്പേ ഹോൾ ക്രൂ വന്ന് നമ്മുടെ അടുത്ത് നമുക്ക് വന്നൊരു മോട്ടിവേഷനും ഒരു ഇതൊക്കെ തരും, സപ്പോർട്ടൊക്കെ. ഞാൻ പറഞ്ഞ 100 സാരീസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഗ്രാൻഡ് ഫിനാലേക്ക് എന്താ ഇടാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങള് ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടത് ഒരു സ്വപ്നത്തിലാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്നത്. ഫസ്റ്റ് സീസണില് ആ ഒരു ഡ്രീം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് പേളിയുടെ സീസണില്, സബ്ജണ സീസണില്. അപ്പം ലാലേട്ടൻ ഇങ്ങനെ ലൈക്ക് കൈ പിടിച്ച് പൊക്കുന്നത്. അപ്പൊ അത് എന്റെ മനസ്സിൽ കിടക്കുകയും ഞാൻ എന്റെ വിഷൻ ബോർഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതെപ്പോഴും എന്റെ ഇതിൽ ഉണ്ടായിരുന്നു മനസ്സിൽ. നമ്മള് എന്താ വീണായാലും എഴുന്നേക്കാൻ പഠിക്കും, അങ്ങനെയല്ലേ? നമ്മൾ ഒരു പ്രാവശ്യം വീണ് കഴിയുമ്പോ പിന്നെ നമ്മള് പക്ഷെ ആ ഒരു ഉയർത്തെഴുന്നേപ്പ് എന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നര ഉയർത്തെഴുന്നേൽപ്പായിരിക്കും. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബി വിത്ത് രമ്യ, ആഴങ്ങളിലേക്ക് ഒരു യാത്ര. ഇന്ന് ബി വിത്ത് രമ്യയിൽ എന്നോടൊപ്പം ഉള്ളത് നല്ല ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശോഭ വിശ്വനാഥ്. ഹായ് ശോഭ, സുഖാണല്ലോ? സുഖം. ശോഭ എന്ന് പറയുന്ന ആള് എപ്പോഴും ഭയങ്കര നല്ല ഭംഗിയായിട്ടാണ് പ്രസന്റ് ചെയ്യാറുള്ളത്. ഭയങ്കര പ്രസന്റബിൾ ആണ് എപ്പോഴും. എന്താ പറയുക, എത്ര ഭംഗിയായിട്ട് ശോഭനെ അത് ഒരു ഇപ്പൊ എന്റെ തന്നെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഓരോ ഷോയിലും ഗസ്റ്റ് ആയിട്ടും വീഡിയോ ബൈറ്റിലും ഒക്കെ തന്നിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോഴേക്കും എപ്പോഴും ആ ഒരു പബ്ലിക് സ്പേസിലേക്ക് വരിക, ഇത് ചെയ്യുമ്പോൾ ശോഭനെ തന്നെ പ്രസന്റ് ചെയ്യണത് അത്ര മനോഹരമായിട്ടാണ്. ജീവിതത്തിലും എങ്ങനെയാണ് കാര്യങ്ങളിലെ നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ മാത്രം അങ്ങനെയാണല്ലേ? ഓക്കെ. അപ്പൊ എപ്പോഴും അതിലാണ്. ഇപ്പൊ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയാലും ഇങ്ങനെ തന്നെയാണോ എപ്പോഴും ക്യാരി ചെയ്ത് ഇറങ്ങുക? ആണോ? വെന്നെവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്താൽ ശോഭയുടെ സ്റ്റൈലേ ഇതാണ്. ഒരുങ്ങി ആണല്ലേ? അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ആ ഒരു നല്ല രീതിയിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ. അത് കാണുമ്പോ തന്നെ മറ്റുള്ളവർക്കും വാവ്, ഒരു നല്ലൊരു ഫീൽ. എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഓക്കെ. that makes me happy. That's the reason why I'm doing it. Not to show anyone. പിന്നെ കാണുന്നവർക്ക് അതിപ്പം ഈ പറഞ്ഞ പോലെ ഓരോ കാര്യം ഞാൻ അതില് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴും അതിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാവും. ലൈക്ക് സാരി ആണെങ്കിലും അത് യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് ഇപ്പം ഉടുക്കാൻ തുടങ്ങി. അപ്പം അതൊക്കെ നല്ലൊരു കാര്യത്തിലേക്ക് ആണ് വഴിതിരിക്കുന്നത്. സോ അത് ഇഷ്ടമാണ്, അത് കാണുന്നത് ഡബിൾ ദ ഹാപ്പിനെസ്. ഓക്കെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശോഭ വളരെ ഇതേപോലെ ബ്യൂട്ടിഫുൾ മാത്രമല്ല, വളരെ ബോൾഡും കൂടിയാണ് ജീവിതത്തിൽ. ആണ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ്. എന്തൊക്കെ പറഞ്ഞാലും, എത്ര കളിച്ച് ചിരിച്ചും എങ്ങനെയൊക്കെ കാര്യങ്ങൾ നിന്നാലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനെ ശോഭ ഹാൻഡിൽ ചെയ്യുന്ന രീതി വളരെ ബോൾഡ് ആയിട്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശോഭയ്ക്ക് എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? ആണോ? നമ്മള് ആയാലേ പറ്റുള്ളൂ. സിറ്റുവേഷൻസ് അല്ലേ, സിറ്റുവേഷൻസ്, ടൈം, അതൊക്കെയാണ് നമ്മളെ ബോൾഡ് ആക്കുന്നത്. ബിക്കോസ് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്യാൻ ആരുമില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോ യു വിൽ ടേക്ക് ദാറ്റ് സ്റ്റാൻഡ്. അതുപോലെ തന്നെ നമ്മളെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടും നമ്മൾ സംസാരിക്കുക. അത് അടുത്ത സ്റ്റെപ്പാണ്. ആദ്യം നമ്മൾ സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആവുക, നമ്മള് എടുക്കേണ്ട സ്റ്റാൻഡ് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ പറയേണ്ട അഭിപ്രായങ്ങൾ പറയുക. അത് ആദ്യം നമ്മളൊരു തുടക്കമാണ്. ആദ്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഫിയർ എന്ന് പറയുന്ന കാര്യം ഓവർകം ചെയ്ത് വരുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത്. അതിനുശേഷം അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ പോവുകയാണ്, വിച്ച് ഇസ് ടു ടോക്ക് ഫോർ അതേഴ്സ് ആസ് വെൽ, ടു റെപ്രസെന്റ്.
യുവർ കമ്മ്യൂണിറ്റി ഓർ ലൈക്ക് നമ്മൾ എന്താണോ പല പല സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അത് ഞാൻ തുറന്ന് അത് എല്ലാവർക്കും വേണ്ടി സംസാരിച്ചിട്ടുമുണ്ട്. നോട്ട് ജസ്റ്റ് ഫോർ മീ. എനിക്കത് എന്നിലേക്ക് അമ്പ് വരും എന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ ചാടിയിട്ടുണ്ട്. ബിക്കോസ് അതിനൊരു ധൈര്യം എങ്ങനെ കിട്ടും? ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫിയർ ഓവർകം ചെയ്യണം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഡു ഓർ ഡൈ ആണ് അല്ലേ? അതാണ് ആ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യണം. ചെയ്യാതെ വേറെ ആരും ഇല്ലാന്ന് കാണുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്തു പോകും. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചാലേ പറ്റുള്ളൂ. നമുക്ക് വേണ്ടി ആരും നമ്മൾ ഒറ്റയ്ക്കാണെന്ന് നമ്മൾ എപ്പോൾ തോന്നുന്നു അന്ന് ഈ ബോൾഡ്നെസ് ഒക്കെ വരും. പിന്നെ കുറേ ലൈഫിൽ കാര്യങ്ങൾ ത്രോ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്താ വീണായാലും എഴുന്നേക്കാൻ പഠിക്കും. അങ്ങനെയല്ലേ? നമ്മൾ ഒരു പ്രാവശ്യം വീണ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പക്ഷെ ആ ഒരു ഉയർത്തെഴുന്നേപ്പ് എന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നര ഉയർത്തെഴുന്നേൽപ്പായിരിക്കും. അത് പിന്നെ നത്തിങ് ക്യാൻ സ്റ്റോപ്പ് അസ് എന്നുള്ളൊരു കാര്യമാണ്. നത്തിങ് ക്യാൻ സ്റ്റോപ്പ് അസ്. ബിക്കോസ് പേടിയാണ് എല്ലാത്തിനും പുറകിലേക്ക് വലിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും ഫിയർ ആണ് നമ്മുടെ എല്ലാം തീരുമാനിക്കുന്നത്. നമ്മള് ലൈഫിൽ എടുക്കുന്ന ചോയ്സസ് ആണെങ്കിലും ഫ്രീഡം ആണെങ്കിലും ഡിസിഷൻസ് ആണെങ്കിലും നമ്മുടെ പാത്ത് മുമ്പേക്ക് പോകുന്ന പാത്തിലേക്കാണെങ്കിലും ഒക്കെ ആ ഫിയർ ആണ് പലരെയും പലയിടത്തും എത്തുന്നതിൽ നിന്നും തടയുന്നത്. ഫിയർ നമ്മൾ എപ്പോ ഓവർകം ചെയ്യുന്നോ പിന്നെ നമുക്കൊരു തിരിഞ്ഞു നോട്ടം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് പിന്നെ നമുക്ക് അതെല്ലാം തരുന്ന ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെയാണ്, ഇൻഡിപെൻഡൻസ് തന്നെയാണ് ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. പിന്നെ അതിലേക്ക് പോകാനുള്ള തീരുമാനം നമ്മൾ എടുക്കണം. നമുക്ക് മാത്രമേ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പലർക്കും ഇപ്പം എനിക്ക് സംഭവിച്ച കാര്യം എനിക്ക് പലരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റും. പലരോടും പല കാര്യങ്ങളും നമുക്ക് അഡ്വൈസ് ചെയ്താൽ പോലും അവര് തന്നെ വിചാരിക്കണം. ഇപ്പൊ നമുക്ക് നീന്താനായിട്ട് ഇപ്പൊ വെള്ളത്തിൽ വീണ് പോയെങ്കിൽ ലൈഫ് ജാക്കറ്റ് ഇട്ട് എറിഞ്ഞു കൊടുക്കാം. പക്ഷെ അതിൽ പിടിക്കണം എന്നുള്ളത് അവര് തീരുമാനിച്ചാലേ വിചാരിച്ചാലേ നമുക്ക് അവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലേ? എപ്പോഴും ഞാൻ കുട്ടികളുടെ കോളേജിലൊക്കെ പോകുമ്പോൾ ഞാൻ കുട്ടികളോട് പറയും ലൈക്ക് യു ഷുഡ് be the driver of your ഡ്രൈവിംഗ് സീറ്റിൽ നമ്മൾ തന്നെ ഇരിക്കണം. സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ്. അതൊരിക്കലും മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. നമ്മുടെ ഒരു ഐഡന്റിറ്റി നമുക്ക് ഉണ്ടാവണം. നമ്മുടെ ഒരു സ്പേസ്, നമ്മൾക്ക് തരേണ്ട റെസ്പെക്ട്, അതെല്ലാം നമുക്ക് കിട്ടേണ്ടത് നമ്മൾ നേടിയെടുക്കുന്നതാണ്. ആരും നമുക്ക് കയ്യിൽ കൊണ്ട് തരുന്നതല്ല. യു ഷുഡ് സ്റ്റാൻഡ്. ആ ഒരു സ്റ്റാൻഡ് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എന്താ പറഞ്ഞ ഇതൊക്കെ കണക്റ്റഡ് ആണ്, എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ആ ഒരു നമുക്ക് എല്ലാം തുടങ്ങുന്നത് നമുക്ക് സെൽഫിൽ നിന്നാണ്. ആൻഡ് ഫോർ മീ ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് വെൻ ഈ പറഞ്ഞ പോലെ ഫെയിലിയറിൽ നിന്നാണ്. അതിൽ നിന്ന് തന്നെയാണ് ഞാൻ കേറി വന്നത്. കേറി വന്നതിന് ശേഷം ഇപ്പൊ എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല. പക്ഷെ ഈ കയറി വരവിലും ശോഭ വെറുക്കുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ലൈഫിലുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ശോഭ ലൈഫിൽ വെറുക്കുന്ന കുറച്ച് ഉണ്ടാവണം അല്ലേ? വെറുപ്പല്ല, അതിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. ആണോ? ഫർഗെറ്റ് അബൌട്ട് ദ വെറുപ്പ് ഓർ എനിത്തിങ്. അത് ഉണ്ടാവും നമ്മൾക്ക് എല്ലാവർക്കും. നോബഡി ഈസ് പെർഫെക്റ്റ്, റൈറ്റ്? അപ്പം നമ്മൾക്ക് വേവ് ലെങ്ത് ഉള്ളവരുടെ അല്ലെങ്കിൽ സെയിം പല ആശയങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നവരെ നമ്മൾ സുഹൃത്തുക്കൾ എന്ന് വിളിക്കും അല്ലേ? അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്താ പറയാ, അപ്പം വിയോജിപ്പുള്ളവരെ നമ്മൾ ഒന്നീ സ്പേസ് ഇടുക, അല്ലെങ്കിൽ ആ ഒരു നമുക്കിപ്പോ ഒരു ചില സ്പേസ് മിക്ക സ്പേസിൽ പോകുമ്പോഴും എനിക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യാറുണ്ട്. ഒരു നെഗറ്റീവ് എനർജി ഓർ പോസിറ്റീവ് എനർജി, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് ഫീൽ ചെയ്യണം. അപ്പം നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ അധികം നിൽക്കാറില്ല. അതെന്തൊക്കെയാണെന്ന് പറയാമോ? അതെന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ്? ഡിഫറൻസ് ഡെഫിനറ്റ്ലി പീപ്പിൾസ് എനർജി തന്നെയാണ് അല്ലേ? നമുക്കിപ്പോ ഇരുന്ന് ഞാൻ ചേച്ചിയായിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കണമെങ്കിൽ യു മെയ്ഡ് മീ കംഫർട്ടബിൾ, യു ഗേവ് മീ ദ റെസ്പെക്ട്, നമുക്ക് പല വിഷയങ്ങൾ സംസാരിക്കാനുണ്ടാവും, പല കാര്യങ്ങളും നമ്മൾ യോജിക്കുന്നുണ്ടാവും, ഡിഫറൻസസും ഉണ്ടാവും. ആൻഡ് നോബഡി ഈസ് പെർഫെക്റ്റ് ഓൾസോ. ലൈക്ക് ഇപ്പൊ എന്നിലും ഒരുപാട് മൈനസും ഉണ്ട്. അപ്പം ഒരു വ്യക്തിയിൽ നമ്മൾ ആ പ്ലസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. മറ്റത് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പേഴ്സൺ ഇതാണ്. അപ്പൊ അതിൽ കൂടുതലായിട്ട് വരികയാണ് ഒരു പേഴ്സണിൽ നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത മൈനസസ് ആണ് അക്കോർഡിംഗ് ടു മീ. അത് ചിലപ്പോൾ മറ്റൊരാൾക്ക് ഒരു പോസിറ്റീവ് ആയിരിക്കും. അത് മനസ്സിലായി, അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ എനിക്കത് എന്റെ കോൺസെപ്റ്റ്, എന്റെ ഐഡിയോളജിസ്റ്റ് അത് ചേർന്ന് പോകത്തില്ലെന്നെങ്കിൽ അത് എനിക്ക് ആ പേഴ്സൺ എനിക്ക് ഒരു റെഡ് ഫ്ലാഗ് ആണ്. മനസ്സിലായില്ല? അപ്പൊ അത് ഞാൻ മാക്സിമം ഞാൻ ഒന്നി അത് അവോയ്ഡ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് അത് റെസ്പെക്ട് കൊടുത്ത് ആ സ്പേസ് മാറും. പിന്നെയും നമ്മളിലേക്ക്
അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴും നമ്മൾ ടാർഗറ്റ് ചെയ്ത് നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഫസ്റ്റ് തിങ് വുഡ് ബി ഐ വുഡ് ലൈക്ക് സ്റ്റേ അവേ ഫ്രം ദാറ്റ് സ്പേസ് ഓർ ലൈക്ക് കൈൻഡ് ഓഫ് അവോയ്ഡ്, അല്ലെങ്കിൽ അതാണ് അവർക്ക് സ്പേസ് കൊടുത്ത് ആ റെസ്പെക്ട് ചെയ്യുക അത് നമ്മള്. പക്ഷെ നമ്മളുടെ സ്പേസിലേക്ക് കയറി വന്ന് നമ്മളും നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും എപ്പോ എഫക്ട് ചെയ്യുന്നു, ദാറ്റ് ടൈം ഐ വുഡ് റിയാക്ട്. പിന്നെ ചില സമയം സൈലന്റ് ആയിട്ടിരിക്കും നമ്മള്. ഫസ്റ്റ് ടൈം ചിലപ്പോൾ സൈലൻസ് ആയിരിക്കും. അതും ടേക്സ് ലോട്ട് ഓഫ് കറേജ് ടു സംസാരിക്കാനും പൊട്ടിത്തെറിക്കാനും എപ്പോഴും റിയാക്ട് ചെയ്യാനും എളുപ്പമാണ്. പക്ഷേ റൈറ്റ് കോസിന് വേണ്ടി റിയാക്ട് ചെയ്യുക. അതുപോലെ തന്നെ സൈലൻസ് ആണെങ്കിലും ഭയങ്കര ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു തിങ് ആണ്. എനിക്ക് സ്പെഷ്യലി എനിക്കൊരു ഫിൽറ്റർ ഇല്ലാത്ത ഒരാളാണ്, അതുകൊണ്ടായിരിക്കും വിളിച്ചിവിടെ ഇരുത്തിയിരിക്കുന്നത്. ബിക്കോസ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം, ആരുടെ മുഖത്ത് നോക്കിയാലും അതിനുള്ള എനിക്ക് ഇതിലേക്ക് ഞാൻ കുഴിയിലേക്ക് ചാടിയിട്ടുമുണ്ട്. പക്ഷെ അതെന്റെ റൈറ്റ് ഓർ റോങ് ആണ്. അതിൽ ഞാൻ I feel proud that whatever decisions I have taken in my life, അതെനിക്ക് എനിക്ക് അതൊരു നല്ലതായിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്നൊരു പാഠം ഞാൻ പഠിച്ചിട്ടുണ്ട്. സോ മൈ ലൈഫ് ഇസ് മൈ ലൈഫ്, മൈ ജേർണി ഇസ് മൈ ജേർണി. ആൻഡ് ചേച്ചിയുടെ ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാ സ്ത്രീകളുടെയും ആണെങ്കിലും പുരുഷന്മാരുടെ ആണെങ്കിലും ഓരോരുത്തരുടെയും ലൈഫ് ഇസ് ഡിഫറെന്റ്, ജേർണി ഇസ് ഡിഫറെന്റ്. ഒരിക്കലും ആരെയും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ പെയിന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് വി ക്യാൻ സേ ദാറ്റ് എംപത്തൈസ് ചെയ്യുന്നുണ്ട്, ഐ ഡു അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ എന്ന്. പക്ഷെ ഒരിക്കലും ആ പെയിന് നമുക്ക് അതിന്റെ ഡെപ്ത്, പെയിൻ ഒരുപക്ഷെ മനസ്സിലാക്കാം, പക്ഷെ ആ ആളുടെ ഡെപ്ത് ഒരിക്കലും മനസ്സിലാക്കാം. അൺലെസ് അണ്ടിൽ അതിൽ എപ്പോഴും പറഞ്ഞ മറ്റുള്ളവരുടെ ഷൂവിൽ നിന്ന് കഴിഞ്ഞ അതേ വ്യക്തി ആയാൽ മാത്രമേ അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ ഡെപ്ത് നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പുറത്ത് നിന്ന് കണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നല്ലത് വാട്ട് മോർ ക്യാൻ വി ഡു. പിന്നെ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഹെൽപ്പോ അല്ലെങ്കിൽ പോയി നിന്ന് നമുക്ക് 2 ദിവസം അവരുടെ കൂടെ നിൽക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അതിന്റെ അപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പെയിൻ തന്നെയാണ്. യുനോ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം നമുക്ക്, ഇല്ലേ, ഫോർ പീസ്. സോ ഞാൻ വേറൊരു കാര്യം കൂടെ എനിക്ക് അറിഞ്ഞത്, ശോഭയ്ക്ക് ഒരു കാലം വരെ നല്ല ചുവന്ന നിറത്തിലുള്ള കാഞ്ചീപുരം സാരി അതിനോട് വെറുപ്പായിരുന്നു. അത് ഇടാൻ തന്നെ ശോഭയ്ക്ക് ഇഷ്ടമായിരുന്നില്ല, വെറുപ്പെന്നാണ് ശോഭ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു വെറുപ്പായിരിക്കില്ല, ഒരു പക്ഷെ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഫിയർ ആയിരുന്നോ അതും? It's not about the fear, it's about the memories. It's about നമുക്കല്ലേ, നമുക്ക് എന്തൊരു വസ്തുവിലും നമുക്ക് തരുന്നത് മെമ്മറീസ് ആണ്, കുറെ ഓർമ്മകളാണ്, തോട്ട്സ് ആണ്. തോട്ട്സ് എന്നാണ് എല്ലാം തുടങ്ങുന്നത്. അപ്പം ആ തോട്ട്സ് ചില നമുക്ക് കാര്യങ്ങൾ കാണുമ്പോ അത് നമുക്ക് ഭയങ്കര വൂണ്ട്, നമ്മള് പിന്നെയും അത് പ്രിക്ക് ചെയ്യുന്ന വൂണ്ട്സ് ആയിരിക്കും. അപ്പം അത് സ്പെഷ്യലി ഫോർ മീ സാരി എന്ന് പറഞ്ഞാൽ അതൊരു ഇമോഷൻ ആണ്. അപ്പം എല്ലാ സാരിയും, ഓരോ സാരിയും കഥ പറയുന്ന പറഞ്ഞത് എന്റെ വാർഡ്രോബ് നോക്കിക്കഴിഞ്ഞാൽ മോർ ദാൻ ഈ പറഞ്ഞ പോലെ 100-200 സാരീസ് വേർ ഓരോ സാരിയിലും ഓരോന്നുണ്ട്. ഐ എം കണക്റ്റഡ്, സോ വെരി വെൽ കണക്റ്റഡ്. അപ്പം അതില് ഒബ്വിയസ്ലി അത് മുഹൂർത്തപ്പട്ടാണ്. അപ്പം അതിനുശേഷം അത് റെഡ് പട്ടിനോടൊന്നും ഞാൻ പറയൂല. ഞാൻ പട്ടുസാരി ഉടുത്തിട്ടുണ്ട്, കഞ്ചിപുരം ഉടുക്കാറുണ്ട്. പക്ഷെ ആ ഒരു സാരിയാണ് എനിക്ക് ആ കഥ പറയേണ്ടിയിരുന്നത്. ഫിനാലേക്ക്, ഞാൻ ഗ്രാൻഡ് ഫിനാലേക്ക് ആ സാരി വന്ന് ഉടുക്കുമ്പോ എല്ലാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഈ 100 ദിവസം ഞാൻ സാരി ഉടുത്ത് ഓരോരോ കാര്യങ്ങളും കഥകളും പറയുമ്പോ ലാസ്റ്റ് ഫിനാലേക്ക് ഞാൻ എന്തായിരിക്കും ഉടുക്കുന്നത് എന്നുള്ളൊരിത്. അപ്പം പഴയ ബ്ലൗസ് ആണ് ഞാൻ അന്ന് ഇട്ടത്. എനിക്ക് ബിക്കോസ് എന്റെ ഇത് ചെയ്തിട്ടില്ലായിരുന്നു, എത്തിയിട്ടില്ലായിരുന്നു. അപ്പം എനിക്കൊന്ന് ഫസ്റ്റ് ഡേ കാരവനിൽ ഇരുന്നപ്പോ തന്നെ കേറുന്നതിന് തൊട്ട് മുമ്പേ ഹോൾ ക്രൂ വന്ന് നമ്മുടെ അടുത്ത് നമുക്ക് വന്നൊരു മോട്ടിവേഷനും ഒരു ഇതൊക്കെ തരും, സപ്പോർട്ടൊക്കെ. അപ്പം സമയത്ത് ഇങ്ങനെ ഇത് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഗ്രാൻഡ് ഫിനാലയുടെ സാരിയും കൊണ്ടാണ് ഞാൻ വന്നത്. സാരി എന്ന് പറഞ്ഞില്ല, ഞാൻ എന്താണെന്ന് ലൈക്ക് ഇത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ 100 സാരീസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഗ്രാൻഡ് ഫിനാലേക്ക് എന്താ ഇടാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങള് ബിക്കോസ് ഞാൻ പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടത് ഒരു സ്വപ്നത്തിലാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്നത്. ദാറ്റ് ആ ഒരു ഞാൻ പറഞ്ഞില്ല, എന്നെ സീസൺ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പിലത്തെ സീസണിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തു. പക്ഷെ അതിനൊക്കെ മുമ്പേ ഫസ്റ്റ് സീസണില് ആ ഒരു ഡ്രീം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് പേളിയുടെ സീസണില്, സബ്ജക്ട് സീസണില് ഞാൻ അധികം ഞാൻ ബിഗ് ബോസ് കാണുന്ന ആളല്ല, പക്ഷെ ഫസ്റ്റ് സീസണിൽ ഞാൻ കുറെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ലാലേട്ടൻ ഇങ്ങനെ ലൈക്ക് കൈ പിടിച്ച് പൊക്കുന്നത്, അപ്പൊ അത് എന്റെ മനസ്സിൽ കിടക്കുകയും ഞാൻ എന്റെ വിഷൻ ബോർഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ്
അതെപ്പോഴും എൻ്റെ ഇതിൽ ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പൊ ഞാൻ ഒരു സ്വപ്നം, ഞാൻ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ആ സ്വപ്നം ഞാൻ കണ്ടു, ദാറ്റ് യുനോ ഇതുപോലെ. അപ്പൊ അത് എന്റെ മനസ്സിൽ കിടക്കുകയും പിന്നെ ഇത് ഇങ്ങനെ കോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോ അതൊരു ഡ്രീം കം ട്രൂ ആണ്, യുനോ, ബിക്കോസ് ഐ ബിലീവ്ഡ് ഇൻ ദാറ്റ്. ഇത് അത് തന്നെയാണ് യുനോ ഓരോരോ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാം ബിക്കോസ് ഐ ബിലീവ്ഡ് ഇൻ ദാറ്റ്, യുനോ. ആ ഒരു ഡ്രീം തന്നെയാണ്. ഡ്രീം പിന്നെ അതൊരു വിഷനായിട്ട് മാറുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഈ പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ജയങ്ങളും പരാജയങ്ങളും ഇതെല്ലാം നമ്മുടെ ലൈഫിൽ വരും. വിജയം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും, പരാജയം വരുമ്പോൾ നമുക്ക് എത്രയാന്ന് പറഞ്ഞാലും നമുക്കൊരു കുറച്ച് സമയത്തേക്കെങ്കിലും നമുക്ക് വിഷമം ഉണ്ടാവും. എപ്പോഴെങ്കിലും ശോഭ ചിന്തിച്ചിട്ടുണ്ടോ ഈ പരാജയം വന്നത് എന്തുകൊണ്ടായിരിക്കാം? ഒരു പക്ഷേ എൻ്റെ ഭാഗത്തെ എന്തൊക്കെ മിസ്റ്റേക്സുകൾ കൊണ്ടായിരിക്കാം എനിക്ക് അവിടെ ഫെയിലിയർ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവുക, ഞാൻ എന്തൊക്കെയായിരുന്നു അവിടെ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് എന്നുള്ള ഒരു. നമ്മുടെ ലൈഫിൽ ഓരോന്നും സംഭവിക്കുന്നതിനും റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളൊരു കാര്യം, അത് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് കുഞ്ഞിലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ നമ്മൾ കേഴ്സ് ചെയ്യും, ദാറ്റ് എന്റെ വിധി അല്ലെങ്കിൽ എന്റെ പേരൻസ് അല്ലെങ്കിൽ മറ്റുള്ളവര് അല്ലെങ്കിൽ അയാള് ഇയാള്. No, now I've learned to take all the responsibilities. Like എന്ത് ആക്ഷൻ എൻ്റെ ലൈഫിൽ നടക്കുന്നതും കാര്യങ്ങളും എൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അതിനോടൊപ്പം വാട്ട് ഐ ഡു ഇസ് അതിനൊരു പോസിറ്റിവിറ്റിയിലേക്ക് ഞാൻ തിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. അപ്പം വാട്ട് എവർ ഹാപ്പൻസ് ഇൻ മൈ ലൈഫ് ഹാപ്പൻസ് ഫോർ ഗുഡ് റീസൺ എന്നുള്ളൊരു പോസിറ്റീവ് ആംഗിളിലേക്ക് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ തോട്ട്സ് ആണ് നമ്മളെ നെഗറ്റീവും പോസിറ്റീവ് തോട്ട്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. അപ്പൊ അതെങ്ങനെ നമ്മള് ആ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോ പറഞ്ഞില്ലേ ഫെയിലിയർ എന്നൊക്കെ പറയുന്ന ആ നെഗറ്റീവ് ചിന്തേനെ അത് പോസിറ്റീവ് ആക്കി മാറ്റുക. ആ ഫെയിലിയറിൽ നിന്ന് ഞാൻ സക്സസിലേക്ക്, ആ ഫെയിലിയർ സംഭവിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്നിരുന്ന് സംസാരിക്കാൻ പറ്റുന്നത് എനിക്ക്. എന്റെ ലൈഫിൽ ഇപ്പൊ സ്മൂത്ത് ആയിട്ട് ഞാനിപ്പം പാരീസിലോ അല്ലെങ്കിൽ ബിഗ് ബ്രാൻഡ്സിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യോ, ഞാൻ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഹോൾഡ് ചെയ്യോ, അല്ലെങ്കിൽ അങ്ങനെ പോയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഇന്ന് സംസാരിക്കുന്ന ശോഭ വിശ്വനാഥ് ആവില്ല. മനസ്സിലായോ? എന്റെ ലൈഫിൽ വന്ന ഇവന്റ് ആ ഡ്രഗ് കേസ് ആണെങ്കിൽ പോലും ബിക്കോസ് ഐ ഫോട്ട് ദ കേസ് ആൻഡ് ഐ കെയിം ഔട്ട് ഓഫ് ഇറ്റ്. അതുകൊണ്ടാണ് ആൾക്കാരിലേക്ക് ഇത്രയും റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റത് അല്ലെ? അതിന് ആ സ്റ്റോറി അറിയുകയും എന്റെ ജേർണി അറിയും, അത് ആൾക്കാര് എന്താ റിലേറ്റ് ചെയ്യുകയും അതിങ്ങനെ നടക്കാതിരിക്കട്ടെ അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസ് എടുക്കുകയും അതെനിക്ക് ജേർണി പറയാൻ പറ്റുന്നത് ബിക്കോസ് അത് സംഭവിച്ചതുകൊണ്ടാണ്. അത് സംഭവിച്ചില്ലായിരുന്നെങ്കിലും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ് സംഭവമാണെങ്കിൽ പോലും എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് എനിക്ക് പലരോടും എനിക്കൊരു വോയിസ് ആയിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസിൽ പോകാനും സംസാരിക്കാനും എൻ്റെ സ്റ്റോറി ഷെയർ ചെയ്യാനും പലരും അതിൽ നിന്ന് പുറത്തിറങ്ങി. അതായത് അവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ഭാഗമായിട്ടെങ്കിലും ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ പറ്റിയെങ്കിൽ, വരുത്താൻ പറ്റിയെങ്കിൽ ഇറ്റ്സ് എ ബിഗ് തിങ് ഫോർ മീ. അപ്പൊ അത് എന്റെ എനിക്ക് ലൈഫിൽ ഒരു ഫെയിലിയർ സംഭവിച്ചത് കൊണ്ടാണ് എനിക്ക് അവരുടെ ലൈഫ് മാറ്റിയിട്ട് അതിനെ ഒരു സക്സസ് സ്റ്റോറിയിലേക്ക് മാറ്റാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യമാണെങ്കിലും ഗോവയില് ഒരു കുട്ടീനെങ്കിലും എനിക്ക് സേവ് ചെയ്യണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ എത്ര കുട്ടികളെ നമ്മൾ സേവ് ചെയ്ത്, ഇത്ര കുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. 3000 ചിൽഡ്രനെ നമ്മൾ എൽഷദായ് എന്ന് പറഞ്ഞ NGO സപ്പോർട്ട് ചെയ്യുമ്പോൾ അന്ന് എന്നോട് നോ പറഞ്ഞു. എല്ലാരും പറഞ്ഞു ഗോവ പോകരുത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്. ഐ വാസ് ഫ്രസ്ട്രേറ്റഡ്. ഐ ടുക്ക് ദാറ്റ് ഡിസിഷൻ. മനസ്സിലായില്ലേ? അവിടെ പോയി അത് ഇതിലേക്ക് എന്നെ വഴിതിരിക്കാൻ കാര്യം എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു ട്രാജഡിയാണ്. പക്ഷെ അതിനെ എങ്ങനെ നമ്മൾ പോസിറ്റീവിലേക്ക് ആക്കി മാറ്റി അത് നമ്മളെയും ചേഞ്ച് ചെയ്തു. ആ ഒരു ലൈറ്റ് മറ്റുള്ളവരിലേക്കും കൂടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു കാൻഡിൽ കത്തിക്കുന്ന പോലെയാണ്. ആ കാൻഡിലിൽ നമുക്ക് എത്ര കാൻഡിൽസ് കത്തിക്കാൻ പറ്റും ആ തീന്ന്. മനസ്സിലായില്ലേ? അപ്പൊ അത്രത്തോളം നമുക്ക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. അത് വെളിച്ചം നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. എനിക്കത് കിട്ടി, അതുകൊണ്ട് ഞാൻ അത് വെച്ചോണ്ടിരിക്കും, ഞാൻ ആർക്കും കൊടുക്കത്തില്ല, ആ സീക്രട്ട് പറയത്തില്ല. നോ, നെവർ. there's only one life to share whatever you have, like what you have received. It's all like നമുക്ക് ഇങ്ങനെ തോന്നിയാണ് ബിക്കോസ് എന്റെ ലൈഫിൽ അങ്ങനത്തെ ഏഞ്ചൽസ് വന്നതുകൊണ്ടാണ്. ഗോഡ് മദേഴ്സ്, ഗോഡ് ഫാദേഴ്സ് ഒക്കെ എന്റെ ലൈഫിലും അതുപോലെ കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. അപ്പം ഗീതാമ്മയാണേലും എൻ്റെ ഈ ഒരു ലൈഫിൽ ഇങ്ങനെ നടന്ന സമയത്ത് ഗീതാമ്മ എൻ്റെ ലൈഫിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു തന്നു ഇങ്ങനെയൊക്കെയാണ് മോളെ ചെയ്യേണ്ടത്. ആൻഡ് എനിക്ക് ഒരു പില്ലറായിട്ട് ഗീതാമ്മ അവിടെ നിന്നതുകൊണ്ടാണ് എനിക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയത്. അപ്പൊ അത് ഞാൻ എന്ത് ചെയ്യണം, അത് മറ്റുള്ളവരോട് എനിക്ക് ഗീതാമ്മ എന്താണോ ചെയ്തത് ഐ ഷുഡ് ബി ആൻ ഏഞ്ചൽ ടു സംവൺ
else like, and they should be, it's like a ripple effect, you know. എന്നാ മാത്രമേ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ഒരു മാറ്റം വരുത്താൻ പറ്റുള്ളൂ എവിടെയും. അത് ഒരു സിസ്റ്റം ഉണ്ടാവും, ആ സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്യണം. അത് നമ്മൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ വഴി കൂടെ പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റില്ലായിരിക്കും, നമുക്ക് മുറിവുകൾ സംഭവിക്കുമായിരിക്കും. പക്ഷെ ആ വഴി തെളിയിച്ചു കൊടുക്കുമ്പം അത് ബാക്കിൽ വരുന്നവർക്ക് അതൊരു സ്മൂത്ത് ജേർണി ആവും. മനസ്സിലായില്ലേ? ദാറ്റ്സ് വാട്ട് യു ഷുഡ് ഡു, ലൈക്ക് ബി എ ലീഡർ. ഇഫ് യു ആർ എ ലീഡർ, ഐ വോണ്ട് ടു ബി എ ട്രാൻസ്ഫോർമേഷൻ ലീഡർ. ഞാൻ എപ്പോഴും എവിടെയും പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ മാരേജിലാണെങ്കിലും അവിടെയും അതെ, സെലക്ഷനിൽ ഒരു മിസ്റ്റേക്ക് പറ്റി. അത് എന്റെ ഫാമിലി ഞാൻ പറയാം, ഒരേ ഒരു ഡിസിഷൻ മാത്രമേ എന്റെ ഫാമിലിക്ക് ഞാൻ വിട്ടുകൊടുത്തുള്ളൂ, എന്റെ പേരൻസിന്. പക്ഷെ അത് ഇങ്ങനെയായി. ബട്ട് ഇറ്റ്സ് ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. അത് സംഭവിച്ചു. നമുക്ക് വാട്ട് ക്യാൻ വി ഡു അബൌട്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഒരു ജീവിതമാണ്, നമ്മുടെ സ്വന്തം ജീവിതമാണ്, നമ്മളാണ് അവിടെ ജീവിക്കേണ്ടത്. അപ്പൊ നമ്മൾ അവിടെ കുറച്ചും കൂടെ, എന്റെ ഒരു കാൽക്കുലേഷൻ തെറ്റിപ്പോയി, ഞാൻ കുറച്ചും കൂടെ അവിടെ ഒന്നും കൂടെ ശ്രദ്ധിക്കണമായിരുന്നു. ശ്രദ്ധിക്കാന്ന് വെച്ചാൽ അവിടെ തന്നെയാണ് തെറ്റെന്ന് പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റ് എത്ര നാൾ അഡ്ജസ്റ്റ് ചെയ്യും? വെൻ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് ടോക്സിക്, ദിസ് യു കൻ നോട്ട് ഗോ ത്രൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതെപ്പോഴും പറയുന്ന കാര്യമാണ്. ഒരു പ്രാവശ്യം അടി കൊണ്ടാ നമ്മൾ എന്നും അടി കൊണ്ടോണ്ടിരിക്കും. ദാറ്റ് ബിക്കംസ് എ ഹാബിറ്റ്. മനസ്സിലായോ? ആദ്യത്തെ അടിയിൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നോക്കണ്ട. മനസ്സിലായോ? ഈ പറയുന്ന എല്ലാവരും, സൊസൈറ്റി ആണെങ്കിലും പേരൻസ് ആണെങ്കിലും ചുറ്റും നമുക്ക് പറയുന്നത് ക്ഷമിക്ക്, അഡ്ജസ്റ്റ് അതെല്ലാരും പറയുന്നതാണല്ലോ. ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ നോ പറയേണ്ടടുത്ത് നമ്മൾ നോ സ്ട്രോങ് ആയിട്ട് തന്നെ പറയണം. വെൻ യു സ്റ്റാൻഡ് ഓൺ യുവർ ഫീറ്റ് ആൻഡ് സേ ദാറ്റ് നോ, nobody can touch you. അതെ. പക്ഷെ നമ്മുടെ ഇവിടെ എല്ലാരും പറയണല്ലേ, ലൈഫിലേക്ക് എൻറ്റർ ചെയ്യാണ്, അഡ്ജസ്റ്റ് ചെയ്യുക, നീ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ പെണ്ണുങ്ങളോട് എപ്പോഴും പറഞ്ഞ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി വരുന്ന തലമുറയെങ്കിലും മാറണം. ആ മാറ്റം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്ത് അവർക്ക് പഠിപ്പിച്ചു. അതിപ്പം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. ഫെമിനിസം എന്ന് പറയുന്നത് എന്നാണ്, ഇക്വാലിറ്റി ആണത്. ഇപ്പം പെൺകുട്ടികളുടെ അടുത്ത് മാത്രമല്ല പറയേണ്ടത്, ആൺകുട്ടികളുടെ അടുത്തും ആ കുഞ്ഞിലെ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. ദാറ്റ് സ്ത്രീനെ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ വീട്ടില് ജോലികള് എല്ലാരും ഈക്വൽ റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിലും നമ്മള് മേളിലോട്ട് കയറാനല്ലോ, നമുക്ക് ഈക്വൽ ഒരു സ്പേസ് തരിക എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അത് ഭയങ്കര ഡിമാൻഡ് ചെയ്തിട്ടുള്ള കാര്യമല്ല, ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പല രീതിയിലും ഇങ്ങനെ കൂടെ കുറച്ച് നാൾ ട്രൈ ചെയ്ത് നോക്കി, എന്നാലും അതാ പറഞ്ഞേ, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഏതൊരു മൊമെന്റിലായിരിക്കും അല്ലെങ്കിൽ ഏതൊരു സമയമായിരിക്കും ഓക്കെ ഐ ഷുഡ് ഗെറ്റ് ഔട്ട് ഓഫ് ദിസ്, ഈ ലൂപ്പിൽ നിന്ന് എനിക്ക് പുറത്തേക്ക് പോയേ പറ്റൂ, ഇനി എനിക്കിത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇറങ്ങേണ്ടി വന്നു. ബിക്കോസ് അന്ന് എന്റെ ജീവൻ നഷ്ടപ്പെടുന്നായപ്പോഴത്തേക്ക് ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസ് ഫോൺ എടുത്തില്ല. ആദ്യം എന്റെ ബ്രദറിനെ വിളിച്ചു, 1-2-3 മണിക്കെങ്ങാണ്ടോ വിളിച്ചു, ഫോൺ എടുത്തില്ല. അണ്ണാച്ചി ഫോണ് എടുത്ത ആ സമയത്താണ് വരുന്നത്. He was an alcoholic, abusive person. So ആ സമയത്ത് ആണ് വരുന്നത്. അപ്പം അന്ന് ഇതുപോലെ ഭയങ്കര ഉപദ്രവം ആയി. ഞാൻ പറയാം, എപ്പോഴും പറയണത് എന്റെ സേഫ് പ്ലേസ് എന്ന് പറയുന്നത് ബാത്റൂമാണ്. അവിടെയാണ് എൻ്റെ ഒരു സേഫ് പ്ലേസ് ആയിരുന്നത്, ആ ഒരു പെന്റ് ഹൗസിൽ. അപ്പം അങ്ങനെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അണ്ണാച്ചി ഫോൺ എടുത്തില്ല. ഐ ഹാഡ് ടു കോൾ ദ പോലീസ്. അങ്ങനെയാണ് അതിൽ ഞാൻ പുറത്ത്. പിന്നെ ആ സമയത്താണ് ഞാൻ ഗീതാമേനെ പരിചയപ്പെടുന്നതും. അതൊരു നിർഭയയുടെ ടോക്കിന്, അവിടെ ലീഡർഷിപ്പിനൊരു മോട്ടിവേഷൻ ടോക്കിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞ ഈ ടോക്കിന് പോകുന്നുണ്ടായിരുന്നു. പല കാര്യങ്ങളും വിമൻ ലൈക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്തിട്ടും എനിക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതെ. ഇപ്പം അപ്പൊ ഒരുപക്ഷെ ആദ്യമേ ഒരുപാട് ടോളറൻസ് ലെവൽ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നിരിക്കണം ശോഭയ്ക്ക്. ആദ്യം കുറെ ടോളറേറ്റ് ചെയ്ത് ഈ പറയണ പോലെ വെയിറ്റ് ചെയ്ത് ചാൻസ് കൊടുത്ത്, ഐ മീൻ ഇനിയും ശരിയാവും എന്നുള്ളൊരു പേഷ്യൻസ്. എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യും, ഫാമിലി എങ്ങനെ, പേരൻസ് എങ്ങനെ ഇത് ഉൾക്കൊള്ളും? ബിക്കോസ് ഫാമിലിയിൽ ആരും ഡിവോഴ്സ്ഡ് ആയിട്ടില്ല ഇതുവരെയായിട്ടും. അതുപോലെ തന്നെ സൊസൈറ്റീനെ എങ്ങനെ ഫേസ് ചെയ്യും? നമ്മൾ ഒരാൾക്ക് എപ്പോഴായത് ഈ 3.5 വർഷം ബോൾഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ. ഞാൻ പറയില്ലേ, ആദ്യത്തെ ഒരു ഫസ്റ്റ് ട്രിപ്പോട് കൂടിയാണ് ഞാൻ ഒരു ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ ബോൾഡ്നെസ് ഒക്കെ വന്നു തുടങ്ങിയത്. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ബോൾഡ്നെസ് വന്നു തുടങ്ങിയത്. ചില ഫാമിലീസ് ചിലപ്പം പൈസ ഉണ്ടാവും, ചിലവര് ഇൻഡിപെൻഡന്റും ആയിരിക്കും, ജോലി ചെയ്യുന്നവരായിരിക്കും, പക്ഷെ ചിലപ്പോ കുഞ്ഞുങ്ങൾ ഉണ്ടാവും, അവരായിരിക്കും അവരുടെ ഒരു ഫിയർ. ചിലപ്പം അവരുടെ ഈ പറഞ്ഞ പോലെ എന്താ പറഞ്ഞ
പേരൻസ് ആയിരിക്കും അവരുടെ ഫിയർ. അച്ഛനമ്മക്ക് വിഷമാവില്ലേ, അല്ലെ സൊസൈറ്റി എന്ത് പറയും. അതെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികൾ മിക്കവർക്കും കുട്ടികളായിരിക്കും. അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള പ്ലേസോ സൊസൈറ്റി എന്ത് പറയും, അവരെങ്ങനെ കാണും ഒരു ഡിവോഴ്സി ആണെങ്കിൽ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആണെങ്കിൽ, മറ്റുള്ളവർ ഇവരെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് ലൈക്ക് യുനോ ഒരു സേഫ് അല്ല, ഒരു ഒറ്റയ്ക്കാണ് ഇതെന്ന് ജീവിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് വരാൻ പറ്റുന്ന എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യും എന്ന് അറിയാൻ ഫിയർ. എവറിത്തിങ് ഈസ് ലൈക്ക് ബേസ്ഡ് ഓൺ ദാറ്റ് ഫിയർ. ആ ഫിയറിൽ നിന്ന് പുറത്തിറങ്ങിയാലേ ഫോർ മീ ലൈക്ക് എന്താണ് സക്സസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രീഡം ആണ്. ഫ്രീഡം ടു ടേക്ക് ഡിസിഷൻ, ഫ്രീഡം ടു eat what you want, freedom to wear what you want, freedom to express, you know, everything is that, you know. ഓരോ ദിവസം എനിക്ക് തോന്നുന്നു I always say this, you know, count your blessings, because കുഞ്ഞു കാര്യങ്ങൾ ഡെയിലി every day is a challenge for us. അപ്പം ചെറിയ എന്നും പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് എവറി ഡേ അല്ലെ, ചെറിയതാണോ വലുതാണോ എന്നല്ല, എവറി ഡേ ആ പ്രോബ്ലംസിന് നമ്മളൊരു സൊല്യൂഷൻ കാണുമ്പോൾ അതൊരു സക്സസ് ആണ്. അപ്പൊ എന്നോട് ചോദിച്ചാൽ വലിയ രീതിയിൽ എന്താണ് നിങ്ങളുടെ സക്സസ്, ബാങ്ക് ബാലൻസ് അങ്ങനെ അല്ല. എവറി ഡേ വെൻ ഐ എം ഏബിൾ ടു സോൾവ് മൈ പ്രോബ്ലംസ്, ഇറ്റ്സ് എ സക്സസ് ഫോർ മീ. യുനോ, അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഡിപെൻഡൻസ്. സോ ദാറ്റ് ഈസ് ഓൾ ഫോർ മീ ലൈക്ക് ഹാപ്പിനെസ്സിലേക്ക്, യുനോ, soul matters അല്ലേ. everything is connected. You know, when you speak up for yourself, speak up for people whom you love, that all, like even for the voiceless, അത് ഞാൻ പറയാം. ലവ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു സർക്കിൾ ഓഫ് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഒരു പറ്റം സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാൻഡപ്പ് ചെയ്യുമ്പോൾ സ്പീക്കപ്പ് ചെയ്യുമ്പം എനിക്കതൊരു അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചേഞ്ച്, മാറ്റമാണ് എല്ലാം. അതിപ്പം ഗ്രോത്ത് ആണെങ്കിലും അല്ലെ, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ എത്ര ഗ്രോ ചെയ്തു എന്നുള്ളതും അതൊരു സക്സസ് ആണ്, ഗ്രോത്ത്. ഈ പറയുന്ന ആ ഒരു രാത്രിയിൽ ഡിസൈഡ് ചെയ്തു, പോലീസ് അണ്ണാച്ചിനെ വിളിച്ചു, കിട്ടിയില്ല, പോലീസിനെ വിളിച്ചു, യു ഹാഡ് ടു കോൾ, അമ്മ അങ്ങനെ വന്നു. എന്നിട്ട് അതിൽ നിന്നും ഇനി വേണ്ട, ഇനി ഞാൻ ആരൊക്കെ എന്തൊക്കെ വിചാരിക്കും, ആ ഒരു സാധനം നമ്മളങ്ങ് വിടുകയാണ്. ഇനി ആരെന്ത് വിചാരിച്ചോട്ടെ, ഞാൻ ഇതിൽ നിന്നും എനിക്ക് ഇറങ്ങണം എന്നുള്ളൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വരികയാണ്. ഇന്നിപ്പോ എത്ര എന്ന് പറഞ്ഞാലും ശോഭ വളരെ ഇതുപോലെ ചിരിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അന്ന് ഇത് പറഞ്ഞപ്പോൾ ശോഭയുടെ കൂടെ സപ്പോർട്ടിങ് ആയിട്ട് നിന്നത് അന്ന് ആരൊക്കെയായിരുന്നു? ഫാമിലി ആയിരുന്നു, ഫ്രണ്ട്സ് ആണോ? എനിക്ക് അന്ന് എന്റെ പാർട്ട്ണർ ഉണ്ടായിരുന്നു, രമ്യ, ശ്രീരമ്യ സമ്പത്ത്. അപ്പം രമ്യയാണ് എൻ്റെ കൂടെ ഓരോ പ്രാവശ്യം എനിക്ക് എന്താ അങ്ങേ അറ്റ ഞാൻ യുനോ ഫിസിക്കലി എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അവളാണ്. സോ ഷീ വാസ് ദെയർ ത്രൂ ഔട്ട്, യുനോ, ഷീ വാസ് വിത്ത് മീ. അതുപോലെ ഒരുപാട് ഐ വാസ് ബ്ലെസ്ഡ് ടു ഹാവ് എ സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഓർ ലൈക്ക് സിസ്റ്റേഴ്സ്. നമ്മളിപ്പോഴും ബ്ലഡ് റിലേറ്റഡ് ആവണമെന്നില്ല, മനസ്സിലായില്ലേ? ഞാൻ മിക്കതും ഞാൻ ഫാമിലിയോട് പറയാതെ ഇരിക്കുമായിരുന്നു, അവർക്ക് വിഷമാവണ്ടല്ലോ. ബിക്കോസ് വയസ്സായ പേരൻസ് ആണ്, ബിഗ് ബോസിൽ വന്നിട്ടുണ്ട്. ഇത്രയും യുനോ ഐ എം ലക്കി ആൻഡ് പ്രൗഡ് ആൻഡ് ലൈക്ക് യുനോ എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും കിട്ടിയത്. അപ്പം ഏറ്റവും ഇളയതാണ് ഞാൻ, 13 years ഗ്യാപ്പാണ്. അപ്പം ഞാൻ എപ്പോഴും ഒരു പ്രോബ്ലം ചൈൽഡ് ആയിരുന്നു കുഞ്ഞിലെ മുതലേ. ലൈക്ക് ഞാൻ ഒരു സ്വപ്നജീവി, മനസ്സിലായി, എൻ്റെ കാര്യങ്ങൾ എൻ്റെ ഇഷ്ടത്തിന്. അപ്പം ചേട്ടനും ചേച്ചിയും ഒക്കെ അവരുടെ എല്ലാവരും സെറ്റിൽഡ് ആയി, എല്ലാം ഹാപ്പി ഫാമിലി ആൻഡ് ലൈക്ക് യുനോ വിത്ത് കിഡ്സ് ആൻഡ് ഓൾ. അപ്പം എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് എനിക്ക് ആ ഒരു അമ്മയ്ക്ക് അച്ഛന് ആ സന്തോഷം എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഒരു കുട്ടീനെ. ലൈക്ക് മനസ്സിലായില്ല, അവർക്ക് ഒത്തിരി ഭയങ്കര സ്വപ്നം കണ്ടാണ് എൻ്റെ ഒരു കല്യാണം നടത്തിയത്. ഭയങ്കര ബിഗ് ഫാറ്റ് വെഡിങ് ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് അപ്പം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് ദറ്റ് അവരാഗ്രഹിച്ചൊരു യുനോ ഒരു ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഒരു അമ്മയായിട്ടോ എനിക്കൊന്നും ആവാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഉള്ളിൽ എപ്പോഴും അതൊരു കുത്തുന്ന കാര്യം തന്നെയാണ്. ബട്ട് ദാറ്റ് ഈസ് ഓക്കെ, എല്ലാവർക്കും എല്ലാം പറഞ്ഞിട്ടില്ല. ബട്ട് ഐ നോ what will happen to my life because എൻ്റെ ഓരോരോ കാര്യങ്ങൾ എനിക്ക് പിന്നെ ഐ ഗോ വിത്ത് ദ ഫ്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ വാട്ടർ ആണ്, ഫയർ ആണ്, എയർ ആണ്, എല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. ഓരോരോ സിറ്റുവേഷൻ വരുമ്പം അതാണ് ഞാൻ. അപ്പം യാ അല്ല, നമ്മൾ ആരും നല്ലതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ലൈഫിലേക്ക് ഇങ്ങനെയൊക്കെ വരികയാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ, നമുക്ക് നല്ല പാരന്റ്സ് ആണ്. അത് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ തോട്ട്സ് ഉണ്ടല്ലോ, പക്ഷെ ഒന്നും ചെയ്യാത്ത ഇത്രയും നല്ല പ്ലസന്റ് ആയിട്ടുള്ള നല്ല ഒരു ശോഭ ഒരു ഹാമോ ഒന്നും ചെയ്തിട്ടില്ല.
തലേവരെ നമ്മൾ പറയില്ലേ ദൈവം എന്തിനാണ് ഇത്രയും നല്ല പാരന്റ്സിന് ഇങ്ങനെ നല്ലൊരു കുട്ടിയെ കൊടുത്തു, ആ കുട്ടിക്ക് ഇങ്ങനത്തെ കുറച്ചൊരു ലൈഫിൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ട്രോമ. പക്ഷെ ആ ട്രോമ എന്റെ ആ ട്രോമേനെ ട്രോമയായിട്ട് കാണാതെ ആ ട്രോമേനെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് കാണണം നമ്മുടെ ലൈഫിൽ. ആ ഡ്രൈവിംഗ് ഫോഴ്സ് വേണമായിരുന്നു ശോഭയ്ക്ക് മുന്നോട്ടുള്ള ലൈഫിലേക്ക്. സംടൈംസ് ആ ഒരു കേസിൽ ഞാൻ പുറത്ത് വന്നപ്പോ ലിറ്ററലി ഐ ഫെൽ ലൈക്ക് എ ഫ്രീഡം ഫൈറ്റർ ഫീനിക്സ്. ബിക്കോസ് അതിനെ ഞാൻ എന്താ ഒരു ചിരാഗായിട്ടാണ് ഞാൻ, ചിരാഗ് ഒന്നും പറയുന്നില്ല, ഒരു എന്താ പറഞ്ഞ ഒരു ഭയങ്കര ഒരു എന്താ ഒരു ഉള്ളില് ഞാൻ അതിനെ വേറൊരു ഫോഴ്സ് ആയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. മനസ്സിലായില്ലേ? എനിക്ക് വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ആ മറ്റേ എന്താ ഫൈൻ അടച്ചിട്ടിരിക്കായിരുന്നു, പേടിച്ചിരിക്കായിരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അയാളുടെ അടുത്ത് എന്ത് വേണമെങ്കിലും എനിക്കിത്. പക്ഷെ അതല്ല എനിക്ക് എൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. എനിക്ക് ഞാൻ ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത ഗുഡ് വില്ല്, എൻ്റെ കൂടെ നിൽക്കുന്നവര്, ആ ഒരു എനിക്ക് എന്നെ കൊണ്ട് ഒരിക്കലും ഞാൻ അതിന് എന്താ അടിപ്പറ പറയില്ല. മനസ്സിലായില്ലേ എന്നുള്ള ഒരു കാര്യമാണ്. അതിൽ നിന്ന് പുറത്ത് വന്നപ്പോ ഞാൻ അതാ പറഞ്ഞത്, ഇനി എനിക്ക് അത് കഴിഞ്ഞിട്ടും ഓരോ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, റീസെന്റ് ആയിട്ടും ഓരോ കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. പലരും പറഞ്ഞോട്ടെ സൈബർ അറ്റാക്ക്. അതെ, ഓ മൈ ഗോഡ്, സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ എന്താ പറയണ, ഈ പറയുന്നവർക്കുണ്ടല്ലോ, ഞാൻ കേസും കൊടുത്തിട്ടിരിക്കുകയാണ്, സൈബർ ബുള്ളിങ്ങിനും അതുപോലെ ഡിഫമേഷനും ഫയൽ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് വി നീഡ് ദാറ്റ് സ്ട്രെങ്ത്. മനസ്സിലായാലും സംടൈം എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇരിക്കില്ല, ഈ പറഞ്ഞില്ല ബോൾഡ് ആണ് അത് ഇതെന്നൊക്കെ പറയുന്നത്. ഐ ലൈക്ക് ടു പ്രൊജക്ട്, പക്ഷെ ഉള്ളിന്റെ ഉള്ളില് നമ്മൾ ഒരു ഷീൽഡ് ആണ് ചിലപ്പോ. മനസ്സിലായില്ലേ? നമ്മളും വീക്ക് ആവാറുണ്ട്. നമുക്കും സം ഡേയ്സ് വിച്ച് ഐ ഫീൽ ലൈക്ക് ടു മച്ച് ഐ എം ക്യാരിങ് ആ ഒരു ഇത്. എനിക്ക് പറ്റൂല, ഐ വോണ്ട് ഗിവ് അപ്പ്, അല്ലെങ്കിൽ എനിക്കിനി പറ്റില്ല, എനിക്കൊരു ദിവസം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ആ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യങ്ങളും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇപ്പോഴും ചെയ്യാറുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ ആ ഒരു ദിവസം അങ്ങ് കരഞ്ഞ് അങ്ങ് തീർക്കുക എന്നുള്ള കാര്യമാണ്. when you feel like crying, cry, let it out. It's okay to be not okay. So അതങ്ങ് തീർത്തിട്ട്, പക്ഷെ അതിനുശേഷം പിന്നെ അതിനെ ആലോചിച്ച് കരയരുത്. അതാണ് സൈബർ ബുള്ളിങ്ങിലും എനിക്ക് വന്നത്. നല്ല രീതിയിൽ എനിക്ക് എന്നെ ബിക്കോസ് ബിഗ് ബോസിൽ ഉണ്ടായി പുറത്ത് വന്നതും ആ സമയത്തും എല്ലാം ഞാൻ കളഞ്ഞതാണ്. പിന്നെ അതിനുശേഷം വന്ന ആ ഒരു കാര്യത്തിന് ഭീകര രീതിയിൽ ഞാൻ ചേച്ചിക്ക് ഞാൻ വോയിസ് മെസ്സേജസും ഒക്കെ, എനിക്ക് വന്ന പേഴ്സണൽ മെസ്സേജസും ത്രെഡ് മെസ്സേജസും ഒക്കെ ഞാൻ കേൾപ്പിച്ചു തരാം. അത് ഞാൻ കോടതിയിൽ ഞാൻ പ്രസന്റ് ചെയ്തതാണ്. അപ്പോൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ട്രോമയാണ് എന്നെ പോലുള്ള ഓരോ സ്ത്രീകളും ബിഗ് ബോസിൽ ഉണ്ടായിരുന്നവർ ഫേസ് ചെയ്തത്. സ്പെഷ്യലി അതുകൊണ്ട് ഞാനത് ഏറ്റെടുത്തതിന് ശേഷം ഫുൾ ഫോക്കസ് എന്നിലും, പിന്നെ അത് ഭയങ്കര രീതിയിൽ. പക്ഷെ ഐ വെന്റ് അഹെഡ്. ഞാൻ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി തേക്കലായിരുന്നു വേണ്ടിയിരുന്നത് മറ്റു ഭാഗക്കാർക്ക്. പക്ഷെ അത് ഞാൻ നിന്നില്ല. എന്റെ ഭാഗം ഞാൻ ഒരു പ്രാവശ്യം സംസാരിച്ചു. അതിനുശേഷം ഐ വെന്റ് അഹെഡ് വിത്ത് ദ ലീഗൽ വാട്ട് എവർ ഫോർമാലിറ്റീസ് ആൻഡ് ഐ കെപ്റ്റ് സൈലന്റ്. ദാറ്റ് ടുക്ക് ലോട്ട് ഓഫ് കറേജ്. മനസ്സിലായി? നമുക്ക് ചില സമയം നമുക്ക് പൊട്ടിത്തെറിക്കണം, പലതും നമുക്ക് തോന്നും, സ്പെഷ്യലി എന്റെ സ്വഭാവത്തിന്. പക്ഷെ അവിടെ നമ്മൾ സൈലന്റ് ആയിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പലരും പറഞ്ഞു നീ എന്താ ഇത് റിയാക്ട്, നീ എന്താ ചെയ്തത്? ബിക്കോസ് അങ്ങനെ പറയാനും ഇളക്കി വിടാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും. മനസ്സിലായില്ലേ? ദാറ്റ് ഇസ് വാട്ട് ദേ വാണ്ട് ടു സീ. അത് അവർക്ക് കാണണം എന്നുള്ളപ്പോ നമ്മൾ എന്തിനാണ് അത് ചെയ്തു കൊടുക്കുന്നത്? നമുക്ക് എന്ത് വേണം അതാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് എന്താ വേണ്ട അതല്ല. അതിനാണ് മനുഷ്യർക്ക് ഈ ഒരു സംഭവം ദൈവം തന്നിരിക്കുന്നത്. എന്നാൽ പോലും നമ്മൾ പല സമയം നമ്മള് ഓക്കെ തെറ്റ് നമ്മൾ, പക്ഷെ അത്രേ ഉള്ളൂ. അപ്പൊ ഇതേപോലെ തന്നെ ഈ ഫയറോട് കൂടി തന്നെ ഇതേപോലെ നല്ല ചിരിച്ച് നല്ല ഇപ്പൊ വന്നിരിക്കുന്ന ഇപ്പൊ പലർക്കും വഴികാട്ടിയായിട്ട് മുമ്പിൽ ക്യാൻഡിൽ പിടിച്ച് ടോർച്ച് അടിച്ച് പലർക്കും ലൈറ്റ് കത്തിച്ച് കൊടുക്കുന്ന ഒരാളായിട്ട് നിൽക്കാണ്. അത് അങ്ങനെ തന്നെ നല്ല ഈ ഒരു ചിരിച്ച മുഖത്തോടു കൂടി തന്നെ ഈ ഒരു ഫയറോട് കൂടി ഇനിയും just keep going and keep on going കേട്ടോ. അതേപോലെ തന്നെ പോട്ടെ. Thank you so much. Okay, thank you. നല്ല conversation ആയിരുന്നു. Thank you so much. Why did I miss this? നേരത്തെ നാളാണ് എന്തേ നേരത്തെ നീ എന്നെ കൊണ്ടുവരാത്തെ?